മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ MBA വിദ്യാർത്ഥികൾ തണൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ ക്യാമ്പയിൻ എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. മാർച്ച് 1 മുതൽ 20 വരെ വിവിധ ജില്ലകളിലെ ആശുപത്രികളിൽ ഭക്ഷണ വിതരണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോതമംഗലം മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ MBA വിദ്യാർത്ഥികൾ കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തിച്ചു വരുന്ന തണൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്തെ സർക്കാർ ആശുപത്രിയിൽ മൺഡേ മീൽ എന്ന പേരിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട്. അതോടൊപ്പം കോലഞ്ചേരി മദർ കെയർ റീഹാബിലിറ്റേഷൻ സെന്റർ എല്ലാ മാസവും സന്ദർശിക്കുകയും അവിടുത്തെ കുട്ടികളോടൊപ്പം ഒരു ദിവസം പങ്കിടുകയും ചെയ്യുന്നു. മരിയൻ അക്കാദമിയിലെ കുട്ടികളുടെ ഈ സേവന സന്നദ്ധത കേരളത്തിലെ മറ്റു കോളേജുകളിലേക്കും എത്തിക്കുവാനും യുവതലമുറയെ സേവന മേഖലയിൽ കൂടുതൽ തൽപരനാക്കാനുമായി വിദ്യാർത്ഥികൾ ഓൾ കേരള ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ ക്യാമ്പയിൻ എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളും വിശപ്പുരഹിതമാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ സർക്കാർ ആശുപത്രിയിലും അതാത് ദിവസത്തെ ഭക്ഷണം നൽകിക്കൊണ്ടാണ് ക്യാമ്പയിൻ മുന്നോട്ടു പോവുക. അതാത് ജില്ലയിൽ താൽപര്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശുപത്രിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. ഇതിലൂടെ യുവതലമുറയിൽ അന്യം നിന്നുപോകുന്ന സേവന മൂല്യത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ ക്യാമ്പയിൻ പ്രചോദനമേകുന്നു. ഫെബ്രുവരി 20 കോതമംഗലത്ത് വെച്ച് നടത്തപ്പെട്ട വാക്കത്തോണിലൂടെ ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. മാർച്ച് 1 മുതൽ 20 വരെയുള്ള തീയതികളിലാണ് വിവിധ ജില്ലകളിലെ ആശുപത്രിയിൽ ഭക്ഷണ വിതരണം നടത്തുക എന്ന് കോളേജ് ചെയർമാൻ പ്രൊഫസർ ബേബി M. വർഗീസ്, പ്രിൻസിപ്പൽ ഡോക്ടർ സോളമൻ K. പീറ്റർ, MBA വകുപ്പ് മേധാവി എൽദോ M. ബേബി, സ്റ്റാഫ് സെക്രട്ടറി ഷാം CS, മീഡിയ കോർഡിനേറ്റർ ഐനു എബ്രഹാം, സ്റ്റുഡന്റ് കോർഡിനേറ്റർ അൽത്താഫ് PM, ലിൻസാൻ ജേക്കബ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അക്കാദമികമായ കാര്യങ്ങളിലും പാഠ്യേതര കാര്യങ്ങളിലുമൊക്കെ കോതമംഗലത്ത് മാത്രമല്ല ഈ ജില്ലയിലും ഈ യൂണിവേഴ്സിറ്റിയിലും വളരെ മാന്യമായ ഒരു പദവി വരിക്കുന്നതിനുള്ള മഹാഭാഗ്യം ഈ 2 സ്ഥാപനങ്ങൾക്കും ഉണ്ട് എന്ന കാര്യമാണ് ആമുഖമായി പറയാനുള്ളത്. ഇവിടെ നടക്കുന്ന ചില പാഠ്യേതര പ്രവർത്തനങ്ങൾ മറ്റ് പല കോളേജുകളിലും നടത്തപ്പെടാത്ത വിധത്തിൽ ഒരു പുതുമയോടുകൂടി അത് ജനഹൃദയങ്ങളിൽ എത്തിക്കുവാനുള്ള ഒരു പുതിയ യജ്ഞം ഇപ്പോൾ ഞങ്ങളുടെ കോളേജിൽ നടക്കുന്നുണ്ട്. പല രീതികളിലും നിന്നു പോകാം എന്ന് വിചാരിച്ച സമയങ്ങളിലെല്ലാം പലരെയും പല രീതികളിലും സഹായിച്ചും ഈ പറയുന്ന പ്രോഗ്രാം നിൽക്കാതെ തന്നെ ദൈവം സഹായിച്ച് മുന്നോട്ട് പോയി. അത് 3 വർഷം കഴിഞ്ഞു. ഏകദേശം 50,000-ന് മുകളിൽ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.